എബ്രായ ലേഖനം 11 അധ്യായത്തിൽ നിന്നാണ് ഇന്ന് ചില ചിന്തകളെ ഞാൻ ഓർപ്പിക്കുന്നത്. എബ്രായ ലേഖനം 11 അധ്യായം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പല കഥാപാത്രങ്ങളുടെ പേര് പെട്ടെന്ന് കടന്നു വരും. പഴയ നിയമത്തിലുള്ള അനേക പിതാക്കന്മാർ, അവരുടെ ചരിത്രത്തിന്റെ സംഗ്രഹമാണ് 11 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. എനിക്കറിയാം, ആ 11 അധ്യായത്തിലെ മിക്കവാറും എല്ലാ വാക്യങ്ങളിൽ നിന്ന് ഞാനും ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളെ കുറിച്ച് മറ്റ് ദൈവദാസന്മാരും പല ആത്മീയ ചിന്തകളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒന്നുകൂടെ ആവർത്തിച്ച് ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ ആ നിലയിൽ ലഭിച്ച ചില ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ കഥാപാത്രങ്ങളെ 11 അധ്യായത്തിൽ എടുത്തുദ്ധരിച്ചിരിക്കുന്നത് അവരുടെ എന്തെങ്കിലും ശ്രേഷ്ഠതയും മഹത്വവും നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയല്ല. അവരൊക്കെ നമുക്ക് ചില നല്ല മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്, നല്ല ജീവിതം നയിച്ചവരാണ്. എന്നാൽ ഈ പഴയ നിയമത്തിൽ അവരുടെ ചരിത്രം വിശദമായിട്ട് പറഞ്ഞിട്ട് അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് പുതിയ നിയമത്തിൽ എടുത്തു പറയുന്നത്. അങ്ങനെ എടുത്തു പറഞ്ഞിരിക്കുന്നത് അവര് നല്ലവരായിരുന്നു, പക്ഷെ അവരെക്കാൾ നല്ലവനാണ് നമ്മുടെ കർത്താവ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അത് ഈ അധ്യായം മുഴുവൻ വായിച്ചിട്ട് 12 അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം ഇവരൊക്കെ വിശ്വാസത്താൽ എങ്ങനെ ജീവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവുമാണ് 11 അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. അത് വിശദീകരിച്ചിട്ട് 12 അധ്യായം തുടങ്ങുമ്പോഴെന്താ പറയുന്നത്? നിങ്ങൾ നോക്കേണ്ടത് ഇവരെയെല്ലാം എടുത്തു പറഞ്ഞിട്ടില്ല, ഇവരെ കുറിച്ചെല്ലാം പറഞ്ഞിട്ട് പറയാം, നിങ്ങൾ നോക്കേണ്ടത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ. എന്ന് പറഞ്ഞാൽ നല്ല ഗുണങ്ങളും യോഗ്യതകളും ഒക്കെ ഉള്ളതും അനുകരിക്കാൻ കൊള്ളാവുന്നതുമായ ജീവിത മാതൃകകൾ ഉള്ള ദൈവദാസന്മാർ, പിതാക്കന്മാർ ഒക്കെ കാണും. പക്ഷേ അവരെക്കാൾ നമുക്ക് നോക്കാൻ കൊള്ളാവുന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ ഈ ലേഖനത്തിലും ചൂണ്ടിക്കാണിക്കാൻ കാരണം എന്താ? അവരൊക്കെ നല്ല മാതൃകാ ജീവിതം നയിച്ചവരാണെന്നുള്ളത് ശരിയാ, പക്ഷേ അവരെ നോക്കിയാൽ അവരിലും കുറവുകളുള്ളവരാണ്. അവരും ചിലപ്പോൾ ബലഹീനതകൾ ഉള്ളവരാണ്. എന്നാൽ ഒരു കുറവുമില്ലാത്ത, നോക്കാൻ കൊള്ളാവുന്ന, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് നമുക്ക് മുമ്പിൽ മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരാളേ ഉള്ളൂ. അത് 12 അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു മാത്രമാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ പാഠമാണ് ഈ 11 അധ്യായത്തിലെ വിവരണങ്ങളിലൂടെ നമുക്ക് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യ മുഖത്തേക്ക് നോക്കാതെ ദൈവമുഖത്തേക്ക് മാത്രം നോക്കി നമ്മുടെ ആത്മീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുക. എന്നാൽ മനുഷ്യരിൽ മാതൃകാപരമായി ജീവിച്ച ആളുകളുണ്ട്, അവരുടെ മാതൃകകൾ നമുക്ക് പിൻപറ്റുകയും ചെയ്യാം. അങ്ങനെ തന്നെ എബ്രായ ലേഖനത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതാണല്ലോ, നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളണം, നടത്തുന്നവരെ മാനിക്കണം എന്നൊക്കെ പറഞ്ഞ വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതുമാണ്. അപ്പൊ ഈ 11 അധ്യായം നമ്മൾ വായിച്ചാൽ ഇതിനകത്ത് അനേക പിതാക്കന്മാരുടെ ചരിത്രമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അവരുടെ വിശദമായ ചരിത്രം ലഭിക്കണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിൽ പോകണം. പഴയ നിയമത്തിലാണ് കൂടുതൽ പേജുകളിൽ അത് വിശദീകരിച്ചിട്ടുള്ളത്. 11 അധ്യായത്തിൽ എടുത്തുദ്ധരിച്ചിട്ടുള്ളതിൽ തന്നെ കൂടുതൽ വാക്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം പെട്ടെന്ന് മറുപടി പറയാൻ പറ്റും. ആരെക്കുറിച്ചാണ്? അബ്രഹാമിനെ കുറിച്ചാണ്. അബ്രഹാമിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഈ 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്ന് ആ അബ്രഹാമിനോട് ബന്ധപ്പെട്ടാണ്, അബ്രഹാമിൽ നിന്ന് മാതൃകയാക്കാൻ കൊള്ളാവുന്ന 5 കാര്യങ്ങളാണ് ഞാനൊന്ന് എടുത്ത് പറയുന്നത്. അബ്രഹാമിനെ നമ്മൾ മനസ്സിലാക്കുന്നതും അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതും വിശ്വാസത്തിന്റെ നല്ല മാതൃക കാണിച്ച ഒരു ദൈവഭക്തനായിട്ടാണ്. അതുകൊണ്ട് അബ്രഹാം അറിയപ്പെടുന്നത് തന്നെ വിശ്വാസികളുടെ പിതാവ് എന്ന പേരിലാണ് അബ്രഹാം അറിയപ്പെടുന്നത് തന്നെ. അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുകയും അങ്ങനെ അറിയപ്പെടുകയും ചെയ്യും. പക്ഷെ 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ തുടങ്ങുന്നത് കർത്താവിനെ കുറിച്ച് പറയുന്നത് വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ആ ഒരു കമ്പാരിസൺ ആണ് അബ്രഹാമും കർത്താവും തമ്മിൽ ഇവിടെ നടത്തിയിരിക്കുന്നത്. വിശ്വാസത്തിന് നല്ല മാതൃക കാണിച്ച, വിശ്വാസത്താൽ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ട വിശ്വാസികളുടെ പിതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന അബ്രഹാം. എന്നാൽ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് വിശ്വാസത്തിന്റെ നായകനാണ്, ക്യാപ്റ്റൻ ഓഫ് അവർ ഫെയ്ത്ത് എന്നാണ്
12-ാം അധ്യായം തുടങ്ങുമ്പോൾ കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ഇനി അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ അധ്യായത്തിലെ വാക്യങ്ങൾ ഞാനൊന്ന് ആദ്യം വായിച്ചു കേൾപ്പിക്കുകയാണ്. 11-ാം അധ്യായം 8ഉം 9ഉം വാക്യങ്ങളിൽ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ അബ്രഹാമിനെ കുറിച്ച് ഇതിന്റെ പുറകിലുള്ള അധ്യായങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. മൽക്കിസദേക്കിനെ കുറിച്ച് പറയുന്നിടത്ത് മൽക്കിസദേക്കിന് അബ്രഹാം പോലും ദശാംശം കൊടുത്തു എന്ന് പറഞ്ഞ് അബ്രഹാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ശാലേം രാജാവാണ് മൽക്കിസദേക്ക് എന്നുള്ള നിലയിൽ അബ്രഹാമിനേക്കാൾ വലിയവനായ ഒരു മൽക്കിസദേക്കിനെ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ആ അധ്യായത്തിലും മൽക്കിസദേക്കിനേക്കാൾ വലിയവനാണ് ക്രിസ്തു എന്നുള്ളതാണ് വിഷയം. അപ്പൊ ഇവിടെ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 8ഉം 9ഉം വാക്യങ്ങൾ ആദ്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത് 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ അബ്രഹാമിനെ കുറിച്ച് തന്നെ വീണ്ടും പറയുക. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. വീണ്ടും അബ്രഹാമിനോട് ബന്ധപ്പെട്ട് തന്നെ ചില കാര്യങ്ങളാണ് നാം വായിക്കുന്നത്. എന്നാൽ ഈ വായിച്ച വാക്യങ്ങളിൽ നിന്ന് അബ്രഹാമിന്റെ ജീവിതത്തിലെ 5 പ്രത്യേകതകൾ, ആ 5ഉം നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്രഹാമിന്റെ മുൻപിൽ ഒരാളെ ഉള്ളൂ. അബ്രഹാം ഒരാളെ കണ്ടുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിലെ ഇനി ചിന്തിക്കാൻ പോകുന്ന പ്രത്യേകതകളെല്ലാം പ്രാവർത്തികമാക്കിയത്. ദൈവം മാത്രമാണ് തൻ്റെ മുമ്പിൽ. അതാണ് അബ്രഹാമിൽ നാം കാണുന്ന ദൈവം വിളിച്ചു വേർതിരിച്ചിടം മുതൽ ഒരു വിശ്വാസി ആയിടം മുതൽ പിന്നീടുള്ള അബ്രഹാമിന്റെ ജീവിതത്തിൽ എപ്പോഴും അബ്രഹാമിന്റെ മുമ്പിൽ ദൈവം മാത്രമാണ്. ഒന്നാമത്തേത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് അബ്രഹാം വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെട്ട് യാത്ര തിരിക്കുന്ന കാര്യമാണ് അവിടെ വായിക്കുന്നത്. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാക്കുവാൻ വിളിക്കപ്പെട്ടാറ് അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അവിടെ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ തീവ്രതയാണ് വെളിപ്പെടുന്നത്. അബ്രഹാമിന്റെ വിശ്വാസം, അത് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കാൻ ഒരു കാരണമാണ്. അതുമാത്രമല്ല തൻ്റെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത. ബാക്കിയെല്ലാം അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ മഹത്വം, ആ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത തന്നെയാണ്. എന്നാൽ ഇത് തുടക്കമാണ്. അബ്രഹാം ഇതിനു മുൻപ് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ആടുകളുടെ നടുവിൽ ജീവിച്ച വ്യക്തിയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് തേജോമയനായ ദൈവമാണ് തനിക്ക് വെളിപ്പെട്ടതെന്ന് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ തേജസ്സും മഹത്വവും കണ്ട് തേജോമയനായ ദൈവത്തെ കണ്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? അതുവരെ താൻ ആരാധിച്ച, താൻ കൊണ്ടു നടന്ന സകല വിഗ്രഹങ്ങളെയും തൻ്റെ പഴയ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും എല്ലാം മുഴുവനായി വിട്ട് ആ തേജോമയനായ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. പഴയ നിയമത്തിലാണല്ലോ വിശദമായിട്ട് അവിടെ നമുക്കറിയാം. ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പോകാൻ പറയുമ്പോൾ അത് 100% വിശ്വാസത്താലുള്ള ഒരു യാത്രയായിരുന്നു. എന്തുകൊണ്ട്? എവിടേക്ക് പോകണമെന്ന് അറിയത്തില്ല. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എന്നാ പറഞ്ഞത്. അത് ഏത് ദേശമാണെന്ന് പറയാതെ എങ്ങനാ ആ കാണിപ്പാനിരിക്കുന്ന ദേശമെന്ന് തനിക്ക് മനസ്സിലാകുന്നത്? പക്ഷെ അബ്രഹാം ചോദ്യം ചെയ്തില്ല. അബ്രഹാം ആ വാക്കുകളുടെ മുൻപിൽ പതറിപ്പോയില്ല. അബ്രഹാം ഇറങ്ങി. എങ്ങനെ ഇറങ്ങാനായിട്ട് തനിക്ക് കഴിഞ്ഞു? ആ പറഞ്ഞ ആളിനെ വിശ്വസിച്ചു. അതേ ഉള്ളൂ ഏക കാരണം. ആ ആള് പറഞ്ഞിട്ടുണ്ട് കാണിക്കുന്ന ദേശത്തേക്കെന്നല്ല പറഞ്ഞത്, പിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കെന്നാ പറഞ്ഞേ. ആ വാക്കങ്ങ് വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ ഇറങ്ങിയ കാണിച്ചോളുമെന്നുള്ള ആ വാക്ക് താനങ്ങ് വിശ്വസിച്ചു. അല്പം ബുദ്ധിമുട്ടുള്ള ഒരു വിശ്വാസമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചാൽ ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു വിശ്വാസമാണ്. കാണിക്കുന്ന ദേശത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തന്നു, അല്ല എവിടെയാന്ന് പറഞ്ഞു, അത് നോക്കിയങ്ങ് യാത്ര ചെയ്താൽ മതി. അവിടെ ചെന്നാലുള്ള ബാക്കി കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിലും ആ ദേശമെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ, ആ സ്ഥലത്തിന്റെ പേരെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ.
അതുകൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ പറ്റിയേക്കാം. പക്ഷെ ഇവിടെ പറഞ്ഞത് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. അപ്പൊ അവിടെ അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എന്താ താൻ വിശ്വസിച്ചത്? അതാണ് അവിടുത്തെ വിശ്വാസത്തിന്റെ മഹത്വമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ദൈവത്തെ കണ്ടപ്പോൾ തന്നെ തനിക്ക് മനസ്സിലായി, ഇതുവരെ താൻ കണ്ടതുപോലൊന്നല്ല ഈ ദൈവം. ഇതുവരെയുള്ള ദൈവങ്ങളെയൊക്കെ താനാ കൊണ്ടു നടക്കുന്നത്, അല്ലേ? താൻ ചുമന്നുകൊണ്ട് നടക്കുക എന്തായിരുന്നു? വിഗ്രഹങ്ങളാ. എന്നാൽ ഈ ദൈവത്തെ കണ്ടപ്പോൾ തനിക്ക് മനസ്സിലായി, തേജസ്സുള്ള ദൈവമാ, തേജോമയനായ ദൈവമാ, ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ദൈവമാ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കണ്ടതും വിശ്വസിച്ചതും പിൻപറ്റുന്നതുമായ ദൈവം അങ്ങനത്തെ ദൈവമാ. തേജോമയനായ ദൈവമാണ്, മഹത്വധാരിയായ ദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്. അതാണ് നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത. അങ്ങനെയുള്ള ദൈവത്തെയാ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് ഞാനും നിങ്ങളും ആരാധിച്ചത്. അപ്പൊ ഈ തേജോമയനായ ദൈവത്തെ കണ്ടത് തന്നെ അബ്രഹാമിന്റെ ജീവിതത്തിന് ഒരു വലിയ മാറ്റത്തിന് കാരണമായി തീർന്നു. പിന്നെ പറഞ്ഞപ്പോൾ വിശ്വസിച്ച വാക്കെന്താണെന്നറിയാമോ? കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന് ഒരു കാര്യം ഉറപ്പായി, ഞാൻ ഇറങ്ങിയാൽ ഈ ദൈവം ആ ദേശം കാണിക്കും. എന്നാ അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം അബ്രഹാമിന് മനസ്സിലായി, ഈ ദൈവത്തെ വിശ്വസിച്ച് ഞാൻ ഇറങ്ങാമെങ്കിൽ ദൈവം എന്നെ ചെല്ലേണ്ട ദേശം കാണിക്കും. ഇത് അബ്രഹാം വിശ്വസിച്ച് ഇറങ്ങുമ്പോൾ ഇതിനു മുൻപ് ഈ ദൈവവുമായിട്ടൊരു ബന്ധം അബ്രഹാമിനില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ദൈവം വെളിപ്പെട്ടിട്ടില്ല. ഇങ്ങനെ മുമ്പ് ഇതിന് ദൈവം ചില വാക്കുകൾ പറയുകയും അത് പാലിക്കുകയും ചെയ്തതിന്റെ അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ പറയാനായിട്ടില്ല. എന്നിട്ടും ആ ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് വിശ്വസിച്ച ചിലരുടെ ജീവിതാനുഭവങ്ങൾ മാതൃകയായിട്ട് പുറകിലുണ്ട്. നമ്മുടെ പിതാക്കന്മാരൊക്കെ സകലതും വിട്ട് ദൈവത്തിൽ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടു, ഒരു കുഴപ്പവും വന്നില്ല, അവരെ ദൈവം അനുഗ്രഹിച്ചു. അടുത്ത തലമുറ വന്നപ്പോൾ ആ വിശ്വാസം അവരിലേക്ക് പകർന്നു കിട്ടി. അപ്പോഴും നമുക്ക് പറയാനുണ്ട്, ഇതിന്റെ പിന്നിൽ ചില ഉദാഹരണങ്ങൾ, സംഭവങ്ങൾ, അനുഭവങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് ദൈവം ഒരിക്കലും കൈവിടത്തില്ല, എനിക്കും നിങ്ങൾക്കും അറിയാം. എന്നാൽ അബ്രഹാമിനെ സംബന്ധിച്ച് അങ്ങനെ അനുഭവത്തിൽ നിന്ന് ആരെങ്കിലും ഒന്ന് പഠിപ്പിക്കാനോ പറഞ്ഞു കൊടുക്കാനോ താൻ കണ്ടതോ ഇല്ല, ഒന്നുമില്ല. നമുക്ക് വേണേ ഇങ്ങനെ പറയാം, ഒരു ശൂന്യതയിൽ നിൽക്കുന്ന അബ്രഹാമിനോടാണ് ദൈവം പറയുന്നത്. അനുഭവങ്ങൾ ഒന്നും പറയാനില്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന അബ്രഹാമിനോടാണ് ദൈവം പറയുന്നത്, നീ പൊക്കോ, ഞാൻ കാണിച്ചു തന്നോളാം. എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ ഇറങ്ങി പുറപ്പെടാനായിട്ട് പറ്റും? അതാ വിശ്വാസം. അതാണ് അബ്രഹാമിന്റെ വിശ്വാസം. ആ ദൈവത്തെയും ദൈവത്തിന്റെ തേജസ്സും മഹത്വവും കണ്ടപ്പോൾ തന്നെ അബ്രഹാമിന് മനസ്സിലായി, ഈ ആള് പറയുന്നത് അല്ലെങ്കിൽ ഈ ദൈവം പറയുന്നത് ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല, അത് 100% അംഗീകരിക്കാവുന്നതാ, അത് വിശ്വസിക്കാവുന്നതാ. അത് അങ്ങനെ ബോധ്യമായെന്ന് മാത്രമല്ല, അത് വെളിപ്പെടുത്തി. എങ്ങനെ വെളിപ്പെടുത്തി? ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം വിട്ട് താൻ ഇറങ്ങി പുറപ്പെട്ടു. അതാണ് അബ്രഹാമിന്റെ വിശ്വാസം. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ ഇതിനു മുമ്പും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അബ്രഹാമിനോട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുമ്പോൾ എവിടോട്ടാ പോകുന്നതെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. പെട്ടെന്ന് നമ്മൾ പറയും, അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനും ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. അവിടെ എഴുതിയിട്ടുണ്ട് എവിടേക്ക് പോകുന്നു എന്ന് അബ്രഹാമിന് അറിയത്തില്ല. അപ്പൊ അബ്രഹാം ദൈവശബ്ദം കേട്ട്, ദൈവവിളി കേട്ട്, ആ തേജസ്സും മഹത്വവും കണ്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ എവിടോട്ടാ പോകുന്നതെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നോ? ഇല്ലെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു മറുവശം ഒന്ന് പറയുക, അബ്രഹാമിന് അറിയാമായിരുന്നു. അബ്രഹാം എങ്ങോട്ടോ പോകുന്നതെന്ന് നമ്മളിപ്പം ഇന്നത്തെ സാഹചര്യം വെച്ചൊന്ന് ചിന്തിച്ച് അബ്രഹാം ഇറങ്ങിപ്പെടുമ്പോൾ ചോദിക്കുക, എങ്ങോട്ടാ പോണേ? എനിക്കറിയത്തില്ല. എന്തുമാത്രം ദൂരെ പോകണം? എനിക്കറിയത്തില്ല. ഏത് ഡയറക്ഷനിലാണ് പോകണ്ടേ? അതും എനിക്കറിയത്തില്ല. ഇതൊന്നും വെളിപ്പെടുത്തിയില്ല, ഇതൊന്നും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയായിരുന്നു. എന്താ അറിയാമായിരുന്നത്? അവിടെ ആ വാക്കൊന്നുകൂടെ ശ്രദ്ധിച്ചേ. അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറ്. അപ്പം വിളിച്ചപ്പെട്ടപ്പോഴേ, വിളി കേട്ടപ്പം തന്നെ, ആ വിളിയിൽ തന്നെ ദൈവം ഒരു കാര്യം തനിക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. എന്താ ഉറപ്പ് കൊടുത്തത്? തനിക്ക് അവകാശപ്പെട്ട ഒരു ദേശമുണ്ട്, അവിടേക്കാണ് ഞാൻ നിന്നെ
കൊണ്ടുപോകാൻ പോകുന്നത് അത് ഏതാണെന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ. അത് കൃത്യമായിട്ടൊന്ന് ചൂണ്ടിക്കാണിക്കാൻ അറിയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഈ ദൈവത്തിൽ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഭൗമികമായ അവ്യക്തതകളാണ് മുൻപിലെങ്കിലും ഉള്ളിൽ തനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. എന്താണ് ആ ഉറപ്പ്? അതാണ് ആ വിശ്വാസത്തിന്റെ ഉറപ്പ്. എന്തായിരുന്നു ആ ഉറപ്പ്? ഞാൻ ഇറങ്ങി പുറപ്പെടാമെങ്കിൽ എനിക്ക് വേണ്ടി അവകാശമാക്കി ദൈവം വെച്ചിട്ടുള്ള ഒരു ദേശമുണ്ട്, അവിടെയായിരിക്കും ഞാൻ ചെല്ലുന്നത്. അത് ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ അറിയത്തില്ല. പക്ഷേ ഈ ഒരു ഉറപ്പുണ്ടായിരുന്നു. ഇതാ വിശ്വാസ ജീവിതം. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഈ തേജോമയനായ ദൈവത്തെ കണ്ടാണ് എന്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതം മുൻപോട്ട് നയിക്കുന്നതെങ്കിൽ ഒരു സംശയവുമില്ല, നമുക്ക് മുമ്പിൽ പല അവ്യക്തതകൾ ഉണ്ടെങ്കിലും പല കാര്യങ്ങൾക്കും നാളെ എന്ത് എന്ന് പറയുവാൻ, അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു എങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കാം: വിശ്വാസത്തിന്റെ കാൽച്ചുവടുകളാണ് വെക്കുന്നതെങ്കിൽ ദൈവം എനിക്ക് അവകാശമായി തരാനിരിക്കുന്നിടത്ത് തന്നെ ആയിരിക്കും ഞാൻ നാളെ ആയിരിക്കുന്നത്. എന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന വഴിയിൽ തന്നെ ആയിരിക്കും എൻ്റെ വഴികൾ. അത് ദൈവമാണ് നോക്കുന്നത്. അവിടെ തന്നെ ഞാൻ ചെന്ന് ചേരും എന്നുള്ള വിശ്വാസം, അത് ഭാവിയോട് ബന്ധപ്പെട്ട് ശരിയാ. ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ദേശം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ അബ്രഹാമിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഒരു നഗരത്തിനായി കാത്തിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ നിത്യതയോട് ബന്ധപ്പെട്ട് മാത്രമല്ല, ഇവിടെയും എന്റെയും നിങ്ങളുടെയും നാളുകൾ, നമ്മളുടെ ഭാവി വഴികൾ, അത് ദൈവത്തിന്റെ കൈകളിൽ സുരക്ഷിതമാണ് എന്നുള്ള ഒരു തിരിച്ചറിവും ബോധവുമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടത്. ആ ഒരു വിശ്വാസമാണ് ദൈവത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പൊ ഒന്നാമത് അവിടെ നിന്ന് ഞാൻ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞത്, അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ തീവ്രത. അത് ആരിലുള്ള വിശ്വാസം? ഞാൻ ഇതുവരെ വിശദീകരിച്ച് ആ ദൈവത്തിലുള്ള വിശ്വാസം. ഇനി രണ്ടാമത്തത് അബ്രഹാമിനെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നത് 9-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാം ഈ യാത്രയിലെല്ലാം താമസിച്ചത് ഒരു കൂടാരമടിച്ച് കൂടാരത്തിനകത്താണ്. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അബ്രഹാം കൂടാരങ്ങളിൽ, ബഹുവചന പ്രയോഗമാണ്, കൂടാരങ്ങളിൽ എന്ന് പറയാതെ യാത്ര പോകുന്നിടത്ത് ഒരു സ്ഥലത്ത് കൂടാരമടിക്കും. ചില ദിവസങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് യാത്ര പോകണമെങ്കിൽ ഇത് പൊളിച്ചടുക്കി അടുത്ത സ്ഥലത്ത് കൊണ്ട് കൂടാരമടിക്കും, അവിടെ നിന്ന് പൊളിച്ചടുക്കി അടുത്ത സ്ഥലത്ത് കൊണ്ട് കൂടാരമടിക്കും. അങ്ങനെ കൂടാരങ്ങളിൽ. എന്തുകൊണ്ട് അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു? നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. നല്ലൊരു വീട് വെക്കാനുള്ള, നമ്മുടെ ഇന്നത്തെ നിലയിൽ ചിന്തിച്ച് പറയാം, നല്ലൊരു വീട് വെക്കാനുള്ള കാശില്ലാഞ്ഞിട്ടാണോ അബ്രഹാം ഒരു ചെറിയ കൂടാരം അടിച്ച് അല്ലെ അതിനകത്ത് താമസിച്ചത്? അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് പുറകോട്ട് നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചാൽ, എടുത്ത് വായിക്കണ്ട, അവിടെ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആടുമാടുകൾക്ക് ധാരാളമുള്ള അബ്രഹാമിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന വാക്കെന്താണെന്ന് അറിയാമോ? അബ്രഹാം സമ്പന്നനായിരുന്നു എന്ന. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അബ്രഹാം സമ്പന്നനായിരുന്നു, ധാരാളം സമ്പത്തുള്ള ആടുമാടുകളുള്ള ഒരു ധനികനായ വ്യക്തിയാണ് അബ്രഹാം. പക്ഷെ പോയ വഴിക്ക് മുഴുവൻ എങ്ങനെ താമസിക്കുന്നത്? കൂടാരമടിച്ച താമസിക്കുന്നത്. കൂടാരമടിച്ച് താമസിച്ചതിന്റെ കാരണം എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിച്ചാൽ നമുക്ക് കാണാം. ഇവിടെയുമുണ്ട്, എബ്രായ ലേഖനത്തിലുമുണ്ട്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ തൻ്റെ ഭാര്യ മരിച്ചപ്പോൾ അതടക്കാൻ വേണ്ടി ഒരു സ്ഥലം വേണം. അതിന് അവിടെയുള്ള ആളുകളോട് ചെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു വാക്ക് 23-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു പരദേശിയാണ്. അവിടെ 23-4 എഴുതിയിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു പരദേശിയ, അതുകൊണ്ട് ഈ മരിച്ച എൻ്റെ ഭാര്യ അടക്കാൻ വേണ്ടി ഒരു അല്പസ്ഥലം നിങ്ങൾ എനിക്കൊന്ന് തരണമെന്ന് പറയുക, ചെന്ന് ആവശ്യപ്പെടുകയാണ്. വലിയ സമ്പന്നനായ അബ്രഹാം, ആടുമാടുകളും ഒക്കെ ധാരാളമുള്ള, അന്നത്തെ സമ്പത്തിന്റെ പ്രധാന ലക്ഷണം ആടുമാടുകളാണ്. ഇതെല്ലാം ഉള്ള ഒരു അബ്രഹാം തനിക്കൊരാവശ്യം വന്നപ്പോൾ അവിടുത്തെ ജനത്തോട് എന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ? ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു പരദേശിയാണ്. ഇനി അതുമാത്രമല്ല, ഇവിടെ വായിച്ച് 9-ാം വാക്യം, വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന്. അപ്പൊ വാഗ്ദത്ത ദേശത്ത് ചെന്ന് കഴിക്കുന്ന എങ്ങനെയാ വാർത്തത്? വാഗ്ദത്ത ദേശം എന്ന് ഇവിടെ പറയുന്നത് മുമ്പ് ദൈവം പറഞ്ഞതാ. എന്ത്? കാണിപ്പാനിരിക്കുന്ന ദേശം. ഇപ്പൊ അവിടെ എത്തിച്ചു.
ഇപ്പൊ നമ്മൾ 8-ാം വാക്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതാണ്. പക്ഷെ 9-ാം വാക്യത്തിൽ വന്നപ്പോൾ ആ ദേശത്ത് എത്തിയതായിട്ട് തന്നെ പറയാം. അപ്പം വാഗ്ദത്ത ദേശത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അബ്രഹാമിന് എന്ത് വിശ്വസിക്കാം? ഇത് ദൈവം എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ ദേശമാണ്. ദൈവം എനിക്ക് എൻ്റെ തലമുറകൾക്ക് തരാമെന്ന് പറഞ്ഞ ദേശമാണ്. എനിക്ക് അവകാശപ്പെട്ടതാ, എൻ്റെ സ്വന്തം ദേശമാണ്. ദൈവം എനിക്ക് തന്നതാ. ദൈവം തന്നതാണ്, പിന്നെ അത് എൻ്റെയാന്ന് പറയുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്? ദൈവം തന്നതാ എനിക്ക്. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ആർക്ക് അനുഭവിക്കാനുള്ളതാ? നമ്മുടെ ചിന്തയിൽ നമ്മൾ പറയാം, ദൈവം എനിക്ക് തന്നതാണെങ്കിൽ അത് എനിക്കുള്ളതാ, എനിക്ക് അനുഭവിക്കാനുള്ളതാ. പക്ഷെ ദൈവം വാഗ്ദത്തം കൊടുത്ത് ആ ദേശത്ത് എത്തിച്ചു കഴിഞ്ഞ് അബ്രഹാം അവിടെ കൂടാരമടിച്ചതിന്റെ കാരണം പറയുക, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ. അപ്പൊ അബ്രഹാമിന് ഒരു കാര്യം അവിടെ മനസ്സിലായി, ഇത് ദൈവം എനിക്ക് തന്ന ദേശമാണെങ്കിലും ഇതും വിട്ടിട്ട് ഞാൻ പോകേണ്ടതാണ്. അടുത്ത് പറയുന്നുണ്ട്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ മറ്റൊരു നഗരത്തിനായി താൻ കാത്തിരുന്നോ. അവിടെ അബ്രഹാമിന്റെ ആ പ്രത്യാശയാണ് നമ്മൾ കാണുന്നത്. 1 അബ്രഹാമിന്റെ വിശ്വാസമാണെങ്കിൽ, 2 അബ്രഹാമിന്റെ പ്രത്യാശ. ഭാവിയിൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന ഒരു നഗരം, അത് ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരം. ആ നഗരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൊണ്ട് അബ്രഹാം ഇവിടെയുള്ളതിനെയൊക്കെ എങ്ങനെ കണ്ടു? ഇവിടെയുള്ളതിനെയൊക്കെ നിസാരമായി കണ്ടു. വാഗ്ദത്ത ദേശമായിട്ട് പോലും അതിനെ അന്യദേശമെന്ന് കാണാനും യാത്രയിൽ ഉടനീളം പരദേശിയാണെന്നുള്ള ബോധത്തോടുകൂടി കൂടാരമടിച്ച് താമസിച്ച് മുൻപോട്ട് പോകാനും കഴിഞ്ഞത് ഭാവിയെക്കുറിച്ചുള്ള തൻ്റെ പ്രത്യാശയാണ്. ഈ പ്രത്യാശ ഉള്ള ദൈവജനത്തിനാണ് ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കാതെ വളരെ നിസാരമെന്ന് കണ്ട് മുൻപോട്ട് ജീവിക്കാൻ കഴിയുന്നത്. നല്ല ഉദാഹരണങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. പൗലൂസ് പറഞ്ഞിട്ടുണ്ടല്ലോ, തൻ്റെ അനുഭവം ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളതെല്ലാം ഞാൻ ചപ്പും ചവറുമെന്നുണ്ടെന്നോ. ആദ്യമൊക്കെ നഷ്ടമെന്നാ പറഞ്ഞത് അല്ലെ? ക്രിസ്തു നിമിത്തം ഇതൊക്കെ ഛേദമെന്നെണ്ണെന്നാ പറഞ്ഞേ. ഭാവിയെ നോക്കിയപ്പോൾ പിന്നെ പൗലൂസ് പറഞ്ഞ എന്താ? ഇവിടെയുള്ളതൊന്നും എനിക്ക് നഷ്ടം മാത്രമല്ല, ഛേദം മാത്രമല്ല, ഇതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ചപ്പും ചവറുമായി എണ്ണുന്നു എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, പറയട്ടെ, ഞാൻ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് ദൈവം ഒരുക്കിയിട്ടുള്ള ഭാവിയെക്കുറിച്ചും ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ള നാളെയെക്കുറിച്ചും ഓർക്കുമ്പോൾ ഇവിടുത്തേതൊക്കെ നിസാരമെന്ന് കാണാനും അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ അതൊക്കെ ചപ്പായിട്ടോ ചവറായിട്ടോ അല്ല, അതൊക്കെ നിസാരമായിട്ടോ കണ്ട് ഓരോ ദിവസവും മുൻപോട്ട് പോകാൻ കഴിയണം. അതാണ് യഥാർത്ഥ ആത്മീയ ജീവിതം. അതാണ് ശരിയായ വിശ്വാസ ജീവിതം. എനിക്കും നിങ്ങൾക്കുമുള്ള കുഴപ്പമെന്താ? നാം നിത്യതയും വരാൻ പോകുന്നതുമല്ല കാണുന്നത്. ഇവിടുത്തെ കാര്യങ്ങൾക്കാണ് നമ്മൾ കുറച്ച് മുൻഗണന കൊടുത്തു പോകുന്നത്. ഇവിടുത്തെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു പോകുന്നത്. ഒരുപക്ഷെ ഇവിടുത്തെ പേരിന്, ഇവിടുത്തെ മഹത്വത്തിന്, ഇവിടുത്തെ അധികാരത്തിന് ഒക്കെ നാം ഒരുപക്ഷെ പ്രാധാന്യം കൊടുത്തു പോകുമ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ അറിയാതെ വെളിപ്പെടുക, ഇതൊക്കെയാണ് പ്രധാനം. ആ ഭാവി എന്നെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. എന്നാൽ അബ്രഹാമിന് സമ്പത്തുണ്ടെങ്കിലും അത് വെളിപ്പെടുത്തുന്ന ഒരു രംഗവും നമ്മൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണുന്നില്ല. ഇവിടെ പറയാവുന്ന മഹത്വക്കൾ പലതുണ്ടായിരുന്നെങ്കിലും അതൊന്നും അബ്രഹാം വെളിപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നില്ല. അബ്രഹാമിന്റെ ലക്ഷ്യം എന്ത് മാത്രമേ ഉള്ളൂ? വിളിച്ച ദൈവമുണ്ട്, ആ ദൈവത്തിന് മാത്രം മഹത്വം. തന്റെ സമ്പത്ത് വെളിപ്പെടുത്തുക എന്നുള്ളതല്ല, തന്റെ സമ്പത്ത് കൊണ്ട് താൻ എന്തോ കേമനാണെന്ന് വെളിപ്പെടുത്തുക എന്നുള്ളതല്ല, മറിച്ച് അവിടെയും ദൈവത്തെ വെളിപ്പെടുത്തുക. അതായിരുന്നു അബ്രഹാമിന്റെ ലക്ഷ്യം. 1 അബ്രഹാമിന്റെ വിശ്വാസമാണെങ്കിൽ 2 അബ്രഹാമിന്റെ പ്രത്യാശ. അതിവിടെയുള്ളതിനെ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിസാരമായി കണ്ട് ജീവിക്കുവാൻ അബ്രഹാമിനെ പ്രേരിപ്പിച്ചു. 3-ാമത്തേത് 17-ാമത്തെ വാക്യത്തിലാണ്. അത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ ചരിത്രമാണ്. നമുക്കറിയാം, അബ്രഹാം ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് യാഗമർപ്പിക്കാനായിട്ട് പോകുകയാണ്. അബ്രഹാമിനോട് ദൈവം യാഗമർപ്പിക്കാൻ പറയുമ്പോൾ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ, അങ്ങനെ പറഞ്ഞത് നമുക്കറിയാം. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ. വേണമെങ്കിൽ അബ്രഹാമിന്റെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ട്, അല്ലേ? ദൈവം പറഞ്ഞതനുസരിക്കാം. അതിന്റെ മുൻപിൽ ഓപ്ഷൻ ഉണ്ട്. എന്താ ഓപ്ഷൻ ഉള്ളത്? മൂത്ത മോൻ അവിടെ നിപ്പുണ്ട്. അതാരാ? ഇസ്മായേൽ അവിടെ ഉണ്ട്. ഇസഹാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ 2-ാമത്തെ മോനാണ്.
അവ മൂത്ത മോനെ കൊടുത്തേക്കാം എന്ന് അബ്രഹാം ചിന്തിക്കാം. പക്ഷെ ദൈവം പറഞ്ഞ വാക്കിനകത്ത് ആശയം അബ്രഹാം ഉൾക്കൊണ്ടു. എന്താ പറഞ്ഞേ? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ. ആ വാക്ക് ശ്രദ്ധിക്കണം. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ. അതെന്നാ ദൈവം അങ്ങനെ പറഞ്ഞേ? അബ്രഹാമിന്റെ ഏകജാതനായ മകനാണോ ഇസഹാക്ക്? അല്ല. ഞാൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, വേറെ മോനുണ്ട്. പക്ഷെ ദൈവം കൃത്യമായിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ എന്ന് പറഞ്ഞാൽ അബ്രഹാം ഇപ്പോൾ തൻ്റെ ഇസ്മായേലിനോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, ഇസഹാക്കിനെ കെട്ടിക്കഴിഞ്ഞപ്പം ഹാഗാറിനും ഇസ്മായേലിനെയും കൂടെ ഒഴിവാക്കുകയായിരുന്നു. ആ പേരും പറയും, നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ. ഒരു മകനെ നാം പറഞ്ഞിരുന്നതെങ്കിൽ തൻ്റെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ദൈവം കൃത്യമായിട്ട് നിന്റെ മകൻ, ഏകജാതനായ മകൻ ഇസഹാക്കിനെ. ഞാൻ അവിടെ ഉദ്ദേശിച്ചത് ഇസഹാക്ക് ഏകജാതനായ മകനാണോ? അല്ല. പക്ഷേ ഇവിടെ ദൈവം അവനോട് പറയുക, ഇസഹാക്കാണ് നിന്റെ അവകാശി, നീ സ്നേഹിക്കുന്നവൻ, നിന്റെ എല്ലാം അവനെ തന്നെ വേണം നീ എനിക്ക് തിരികെ തരുവാൻ. അത് പറയാൻ കാരണങ്ങളുണ്ട്, നമുക്കറിയാം. അതിന് മുമ്പ് ജനിച്ച മകനെ ഇസഹാക്ക് ജനിച്ചതോടുകൂടി അബ്രഹാം ഒഴിവാക്കുകയായിരുന്നു. ഹാഗാറിനെയും ഇസ്മായേലിനെയും ഒഴിവാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇപ്പം അബ്രഹാമിനെ സംബന്ധിച്ച് ദൈവം ഒരു ഓപ്ഷനും ഇല്ല. മാനുഷികമായി ചിന്തിച്ചാലേ ഉള്ളൂ. ദൈവം ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. നേരിട്ട് വിരൽ ചൂണ്ടി അവിടെ ദൈവം ഒരു കാര്യം ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാമോ? നീ എനിക്ക് തരുന്നെങ്കിൽ തരുന്നതിൽ വെച്ച് നല്ലത് തന്നെ തരണം. നിനക്ക് തരാൻ പറ്റുന്നതിൽ വെച്ച് ഇസഹാക്കിനെ നിർത്തിവെച്ച് സൂത്രത്തെ കൊണ്ട് ഇസ്മായേലിനെ തന്ന് അനുസരിച്ചെന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട. നീ എനിക്ക് തരുന്നെങ്കിൽ തരാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത്. അബ്രഹാം അത് തന്നെ കൊടുത്ത് ചോദ്യം ചെയ്യാം. തനിക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത്. ഇതിൽ പരം എന്താ? വലിയ സമ്പന്നനാ, തന്റെ സമ്പത്ത് മുഴുവൻ കൊടുത്തേക്കാമെന്ന് വെച്ചാൽ സമ്പത്തിൽ വില കൽപ്പിക്കുന്നവനല്ലായിരുന്നു അബ്രഹാം. സമ്പത്തിന്റെ മഹത്വം കാണിക്കുന്നവനല്ലായിരുന്നു അബ്രഹാം. അതുകൊണ്ടാ കൂടാരങ്ങളിൽ പാർത്തത്, അതുകൊണ്ടാ പരദേശിയായി പാർത്തത്. അവൻ ദൈവത്തിനൊരു കാര്യം മനസ്സിലായി, ഇവൻ സമ്പത്തിലും വലിയ വില കൽപ്പിക്കുന്നില്ല. ഇവൻ വില കൽപ്പിക്കുന്ന ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ. അതേതാ? ഈ മോഹന്റെ കാര്യത്തിലാണ്. ഇവനെയാണ് എല്ലാമായി കണ്ടിരിക്കുന്നത്. ദൈവം അത് തന്നെ ആവശ്യപ്പെട്ടു. ഒരു പക്ഷെ ഒരു ക്രൂരതയാണ് അല്ലേ? മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അതൊരു ക്രൂരതയല്ലേ? കാത്തിരുന്ന് ഒരു മകനെ, സാറയിലൂടെ തന്നെ വാഗ്ദത്ത സന്തതിയായി ഒരു മകനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന്റെ നല്ല യൗവനമായപ്പോൾ ദൈവം പറയാം, അവനെ കൊണ്ടങ്ങ്, ഞാൻ നമ്മുടെ ഭാഷയിൽ പറയാം, അവനെ കൊണ്ടങ്ങ് കൊന്നേരെ, അവനെ കൊണ്ടങ്ങ് യാഗമർപ്പിച്ചേരെ. ഒരു ക്രൂരതയായി തോന്നാം. പക്ഷെ ഞാൻ പറയട്ടെ, ഈ അബ്രഹാമിന്റെ വിശ്വാസവും അബ്രഹാമിന്റെ സമർപ്പണവും എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള ഒരു പരീക്ഷ കൂടിയായിരുന്നു അത്. നമ്മൾ അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, ദൈവം സകലവും മുൻപേ കരുതിയിട്ടുണ്ട്. ഈ മകനുമായിട്ട് മോറിയ മലയുടെ മുകളിൽ ചെന്നാൽ യാഗപീഠം ഒരുക്കി കഴിയുമ്പോൾ, ഇവനെ പിടിച്ച് കിടത്തി കഴിയുമ്പോൾ, ഇവന്റെ നേരെ കത്തി ഓങ്ങിക്കഴിയുമ്പോൾ ഇത്രയും അബ്രഹാം ചെയ്യുമോ എന്ന് ദൈവത്തിന് അറിയണം. പക്ഷെ ദൈവം മുന്നമേ കരുതിയിട്ടുണ്ട്. ഇത്രയും ചെയ്താൽ അവിടെ ഒരു ആട്ടുകൊറ്റനെ ദൈവം കരുതിയിട്ടുണ്ട്. അബ്രഹാമിനോട് മുമ്പേ പറഞ്ഞില്ല. അബ്രഹാമിന് അപ്പോഴാണ് മനസ്സിലായത്. അവിടെ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ വലിയൊരു പ്രത്യേകത നാം കാണുന്നത് എന്താണെന്നറിയാമോ? അബ്രഹാമിന്റെ സമർപ്പണം. അബ്രഹാമിന് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതിനെ തന്നെയാണ് ദൈവത്തിന് കൊടുക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതവും അങ്ങനെ ആയിരിക്കണം പ്രിയപ്പെട്ടവരെ. അത് അബ്രഹാം ഇസഹാക്കിനെ കൊടുത്തു എന്നുള്ളത് അവിടുത്തെ വിഷയം. എന്നാൽ നമ്മോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലത് നമ്മുടെ സമയമാകട്ടെ. സമയത്തിന്റെ ഏറ്റവും നല്ലത് അല്ലേ? വേറെ എല്ലാം കഴിഞ്ഞ് ഒന്നിനും ഇനി ആവശ്യമില്ല. അങ്ങനെയുള്ള സമയമല്ല നാം ദൈവത്തിന് കൊടുക്കേണ്ടത്. നമുക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് ഏത് കാര്യമായിക്കോട്ടെ, സമയമാകട്ടെ, ആരോഗ്യമാകട്ടെ, പണമാകട്ടെ, അറിവാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, നമുക്കുള്ളത് എന്തുമാകട്ടെ, അത് അവരവരുടെ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. അബ്രഹാം തനിക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതിനെ തന്നെ ദൈവം കൊടുത്തു. ഇങ്ങോട്ട് തന്നപ്പോഴും അങ്ങനെ നമ്മുടെ കർത്താവ് ചെയ്തത്, ദൈവം ചെയ്തത് അല്ലേ? ദൈവത്തിന് തരാവുന്നതിൽ വെച്ച്
എന്താ ദൈവം തന്നത്? എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നപ്പോൾ ദൈവത്തിന് തരാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതിന് ഇതിലപ്പുറം. അതാണ് യോഹന്നാൻ 3:16 വാക്ക് വായിക്കുന്നത് എങ്ങനെയാ? തന്റെ ഏകജാതനായ പുത്രൻ തനിക്ക് തരാവുന്നതിൽ വെച്ച് തന്റെ മടിയിൽ പ്രമോദമായി വസിച്ചിരുന്ന ആ ഏകജാതനെ തന്നെ നമുക്ക് വേണ്ടി തന്ന് നമുക്ക് രക്ഷയൊരുക്കിയ ദൈവം നമ്മിൽ നിന്നും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അബ്രഹാമിന്റെ സമർപ്പണത്തെയാണ് നാം ഇവിടെ വായിക്കുന്നത്. ഇനി മറ്റൊന്ന്, അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു. അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ പലപ്പോഴും മനുഷ്യർ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയാമോ? നമ്മെ സ്നേഹിച്ചു, അല്ലേ? നമ്മെ സ്നേഹിച്ചു, നമ്മൾ സ്നേഹിക്കുക. നമുക്ക് വേണ്ടതൊക്കെ തരുന്നു, അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്. ഇന്ന് നാം ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ കാരണം എന്താണ്? ആത്മീയമായ അർത്ഥത്തിൽ ചോദിച്ചാൽ ദൈവം നമ്മെ സ്നേഹിച്ചു, നമ്മളെ രക്ഷിച്ചു, ദൈവത്തെ നാം സ്നേഹിക്കുന്നു, അത് ഉണ്ട്. എന്നാൽ അതോട് ചേർത്ത് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്ന് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ പല ആവശ്യവും ദൈവം നടത്തി തരുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തെ എനിക്ക് സ്നേഹമാണ്. ഒരു വ്യക്തി കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ഞാൻ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ, ഒരുപക്ഷെ ഞാൻ പണ്ടെങ്ങാനും സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും, വന്ന ഇടയ്ക്ക് അവിടെ ചെന്നപ്പോൾ ഒരു സഭയിലെ ഒരു സഹോദരന് എല്ലാ ആഴ്ചയും തൻ്റെ ഭാര്യയെ യോഗത്തിന് കൊണ്ടുവിടും. പക്ഷെ താൻ യോഗത്തിന് വരത്തില്ല. വെളിയിൽ കൊണ്ടുവിട്ടേച്ച് താനങ്ങ് പോകും. ഉച്ചയാകുമ്പോൾ വീണ്ടും കൊണ്ടുപോകാനായിട്ട് വരും. എന്നാൽ ഒരു മാസത്തോളം ഞാനിവിടെ ഉണ്ടായിരുന്നു. ആ ഒരു മാസവും ഇങ്ങനെ തന്നെ കണ്ടപ്പോൾ ഒരു ദിവസം സഭയിലെ ചുമതലപ്പെട്ടവരോട് ഞാൻ ചോദിച്ചു, ആ സഹോദരൻ അതും നമ്മളോടൊക്കെ അല്പം ബന്ധപ്പെട്ട ഒരു സഹോദരനൊക്കെയാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ ചോദിച്ചു, പുള്ളി എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്, ഉച്ചയ്ക്കും വരുന്നുണ്ട്, പക്ഷെ മീറ്റിങ്ങിന് കാണുന്നില്ല, സഹോദരിയെ കൊണ്ട് വിടുന്നുമുണ്ട്, എന്താ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ആ സഭയിലെ ചുമതലപ്പെട്ടവർ പറഞ്ഞ ഒരു മറുപടി ഇതാണ്: അദ്ദേഹത്തിന് ദൈവത്തോടൊരു പിണക്കം, ദൈവത്തോടൊരു പ്രശ്നം. എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞത്, അദ്ദേഹം ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി കുറെ നാളുകൾ പ്രാർത്ഥിച്ചു, ഇതുവരെ ആ പുള്ളി ആഗ്രഹിച്ച ഒരു മറുപടി ദൈവം കൊടുത്തില്ല. പിന്നെ ആ ദൈവത്തെ എന്തിനാ സ്നേഹിക്കുന്നത്? പിന്നെ ആ ദൈവത്തെ ഇതിനെ ആരാധിക്കുന്നത്? നമുക്ക് വേണേൽ പൊക്കോട്ട് ഞാൻ കൊണ്ടുവിടാം, അതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ ആ വ്യക്തി ദൈവത്തെ ആരാധിക്കാനോ ദൈവത്തെ സ്നേഹിക്കാനോ മടി കാണിച്ച് നിൽക്കുക. കാരണം ഇതാ, ഞാൻ ചോദിച്ചിട്ട് ആ കാര്യം ഇത്രയും നാളായിട്ട് തന്നിട്ടില്ല. അപ്പൊ അവിടുത്തെ ദൈവത്തെ സ്നേഹിക്കുന്നതിനുള്ള തൻ്റെ മാനദണ്ഡം എന്താണെന്നറിയാമോ? തനിക്ക് ദൈവം തരുന്ന നന്മകൾ, തൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി, എനിക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ, അതുകൂടിയാ ദൈവത്തോട് കൂടുതൽ സ്നേഹം, അത് കുറഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോവുക. ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞപ്പോൾ നമുക്കൊക്കെ ഒരു പക്ഷേ ഒരു ചിരി വന്ന് കാണും. ഇങ്ങനെ തന്നെയല്ലേ നമ്മളും പലപ്പോഴും? നമ്മളും ഇങ്ങനെ തന്നെ അറിയാതെ തന്നെ നമ്മുടെ ആവശ്യമെല്ലാം നിറവേറ്റി തന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് കുറച്ചുകൂടെ സ്നേഹം, ദൈവത്തോട് കുറച്ചുകൂടെ ഭക്തി, അതൊന്നും തരുന്നില്ലല്ലോ പരാതിപ്പെടുകയും പിറുപിറുക്കുകയും എന്തിനാ ഞാൻ ഇങ്ങനൊക്കെ എന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ. അങ്ങനെയാണെങ്കിൽ ഇവിടെ അബ്രഹാം ദൈവത്തെ സ്നേഹിച്ച സ്നേഹത്തെ കുറിച്ച് ഞാൻ ഒരു വാക്കിങ്ങനെ പറയട്ടെ. ദൈവം കൊടുത്ത ദാനമാണ് ഇസഹാക്ക്. ദൈവം പ്രത്യേകം വാഗ്ദത്തം കൊടുത്ത് ഇനിയും ഒരു കുഞ്ഞ് ജനിക്കുകയില്ലെന്ന് കരുതിയിരുന്ന സമയത്ത് അത്ഭുതകരമായി ഒരു സന്തതിയെ കൊടുത്തതാ. ആ സന്തതിയിലൂടെ അനേക വാഗ്ദത്തങ്ങളും ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കുഞ്ഞിനെ സ്നേഹിച്ച സ്നേഹത്തെക്കാൾ അബ്രഹാം സ്നേഹിച്ചത് ആരെയാണ്? അതവിടെ വെളിപ്പെടുത്തി. അബ്രഹാം ദൈവത്തെയാണ് സ്നേഹിച്ചത്. ദൈവത്തെക്കാൾ ദൈവം കൊടുത്ത ദാനത്തെ അല്ല സ്നേഹിച്ചത്. പിന്നെയോ ദാനത്തെക്കാൾ ദാതാവിനെ സ്നേഹിക്കുന്ന അബ്രഹാം. ഇതാണ് ദൈവത്തോടുള്ള സ്നേഹം. ഇതാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ നാം കാണുന്നത്. അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ദൈവം കൊടുത്ത നന്മകൾ അതിൻ്റെ താഴെ വരുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ അബ്രഹാമിന്റെ മുമ്പിൽ ഞാൻ മുമ്പ് ഓപ്ഷൻ പറഞ്ഞു, ഇസ്മായിലോ ഇസ്ഹാക്കോ വേണേ ഓപ്ഷൻ വെക്കാം മാനുഷികമായിട്ട്. പക്ഷെ ഇവിടെ ഞാൻ വേറൊരു ഓപ്ഷൻ വെക്കുക. അബ്രഹാമിന്റെ മുൻപിൽ നീ ആരെയാ കൂടുതൽ സ്നേഹിക്കുന്നത്? ദൈവത്തെയാണോ ഇസഹാക്കിനെയാണോ? ദൈവം തന്നെ അബ്രഹാമിനോട് പറഞ്ഞു. ഇപ്പൊ എന്താ വായിച്ചേ? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ, അല്ലെ പേരും ഏകജാതനായ മകൻ ഇസഹാക്കിനെ. അപ്പം ദൈവം തന്നെ അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന മകനായത് ഈ ഇസഹാക്ക്. പക്ഷെ മറുവശത്ത് ഒരു ഓപ്ഷനോടെ ദൈവം വെച്ചു. എന്താ? ഈ ഇസഹാക്കിനെയാണോ അതോ എന്നെയാണോ നീ കൂടുതൽ സ്നേഹിക്കുന്നത്?
വേണേ തിരിച്ചു പറയാം, നീ തന്നെ സമ്മതിച്ചില്ലേ ഞാൻ ഇസഹാക്കിനെയാ സ്നേഹിക്കുന്നതെന്ന് പറയാം. പക്ഷെ അബ്രഹാം അവിടെ തെളിയിച്ചു. എന്താ തെളിയിച്ചത്? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ എന്ന് അബ്രഹാമിനോട് ഇസഹാക്കിനെ കുറിച്ച് പറഞ്ഞ ആ ദൈവത്തോട് അവൻ പ്രവൃത്തിയിൽ തെളിയിച്ചു കൊടുത്തു. ശരിയാ, ഇസഹാക്കിനെ എനിക്ക് സ്നേഹമുണ്ട്, എന്നാൽ ദൈവമേ, ഈ ഇസഹാക്കിനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് ഇസഹാക്കിനെ തന്ന നിന്നെയാണ്, ദൈവത്തെ. അതാണ് അബ്രഹാമിന്റെ ശ്രേഷ്ഠത. അപ്പൊ അബ്രഹാമിന്റെ സ്നേഹമാണ്, ദൈവത്തോടുള്ള സ്നേഹമാണ് ഞാൻ ഇവിടെ പറഞ്ഞ 4-ാമത്തെ വിഷയം. ഇനി 5-ാമത്തേത്, അവിടെ നമ്മൾ 9-ാം വാക്യത്തിൽ വായിക്കുന്നത്, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. അബ്രഹാം കൂടാരത്തിൽ പാർത്തത് മാത്രമല്ല, പിന്നെ അബ്രഹാം ഇസഹാക്കിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. ഓട്ട്, ഇസഹാക്ക് മകനാ. ഇസഹാക്കിനോടും കൂടെ മാത്രമല്ല, അടുത്ത് പറയുന്നത് എന്താ? യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. മകൻ പോട്ടെ, കൊച്ചുമകനൊക്കെ വരുമ്പോൾ വേണേ അബ്രഹാമിനോട് പറയരുത്, അപ്പച്ചൻ അതാ കാഴ്ചപ്പാടെങ്കിൽ അങ്ങ് കൂടാരത്തിൽ പാർത്തു, കാശില്ലാങ്ങിട്ടാണ്, എനിക്ക് നല്ല വീട് വേണം, നല്ല സൗകര്യങ്ങൾ വേണം, കൊച്ചുമക്കൾക്ക് വേണേ പറയരുത്. ഇസഹാക്ക് പറഞ്ഞു, പോട്ടെ. ഇസഹാക്ക് അങ്ങ് സമ്മതിച്ചു. ഇസഹാക്ക് അപ്പനെ അനുസരിച്ചെന്നും സമ്മതിച്ചെന്നും ഉള്ളതിന്റെ വേറൊരു തെളിവാണ്, മോറിയ മലയുടെ മുകളിൽ ചെന്നിട്ടും മുമ്പ് ചോദിച്ചിട്ടും പറഞ്ഞില്ല ആരാ എന്താ. എന്നിട്ട് അങ്ങ് മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാം ഒരുക്കാൻ ഞാനൂടെ കൂടി സഹായിച്ചതാ, എന്നിട്ടും ഇപ്പൊ എന്നെയാ പിടിച്ച് കിടത്തുന്നേ. അപ്പം ആരോഗ്യമുള്ള ആ മകന് വേണമെങ്കിൽ മറുതലിച്ച് കുതറി രക്ഷപ്പെട്ട് അവിടുന്ന് പോകാമായിരുന്നു. പക്ഷെ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ അബ്രഹാം ഇസഹാക്കിനെ പിടിച്ചു കെട്ടുമ്പോൾ ഒരെതിർപ്പും കാണിക്കാതെ ഒരനുസരണയുള്ള കുട്ടിയെ പോലെ അബ്രഹാമിന്റെ മുൻപിലെ യാഗപീഠത്തിന്റെ മേൽ കിടന്നു കൊടുക്കുന്ന ഒരു ഇസഹാക്കിനെയാണ്. കാരണം എന്താണെന്നറിയാമോ? അബ്രഹാമിനെ കുറിച്ച് ഇസഹാക്കിനറിയാം, എന്റെ അപ്പൻ എന്ത് ചെയ്താലും അത് ദൈവം പറയുന്ന പോലെ ചെയ്യുന്നവനാ. അതുകൊണ്ട് ഇപ്പൊ എന്നെയാ പിടിച്ചു കെട്ടുന്നതെങ്കിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാ, ദൈവം പറഞ്ഞതാണ്. ആ ഒരു ബോധ്യം അബ്രഹാമിനെ കുറിച്ച് ഇസഹാക്കിനുണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഞാൻ പറയട്ടെ, ഇസഹാക്കിന് മാത്രമല്ല, കൊച്ചുമകനായ യാക്കോബിന് പോലും അബ്രഹാം ഒരു മാതൃകയാണ് വിശ്വാസ ജീവിതത്തിന്. നമ്മുടെ തലമുറകൾക്ക് നമ്മുടെ വിശ്വാസത്തെ ശരിയായി പകർന്നു കൊടുക്കുന്ന അബ്രഹാമിനെയാണ് നാം ഇവിടെ കാണുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ നാം പിൻപറ്റുന്ന ഉപദേശ സത്യങ്ങളിൽ നമ്മുടെ മക്കൾ നിലനിൽക്കുന്നുണ്ടോ? അടുത്ത തലമുറകളുണ്ടോ? അത് ഉറപ്പുവരുത്തുവാൻ നാം കടപ്പെട്ടവരാണ്. തനിക്ക് ലഭിച്ച ആത്മീയ കാഴ്ചപ്പാട് ഒരുപക്ഷെ പുരോഗമിച്ചു വരുമ്പോൾ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഒരു വീട് വെക്കുന്നതിൽ എന്താ കുഴപ്പം? സമ്പത്തില്ലേ നമുക്ക്? മക്കൾക്ക് ചോദിക്കാം, കൊച്ചുമക്കൾക്ക് ചോദിക്കാം. പക്ഷെ അബ്രഹാമിന്റെ കാഴ്ചപ്പാടിൽ അബ്രഹാം ഒട്ടും വ്യതിചലിക്കാതെ അത് പഠിപ്പിച്ചു. പിന്നീട് വന്നപ്പോൾ യാക്കോബിനോടുള്ള ബന്ധത്തിലൊക്കെ അവരുടെ കാലവും ചരിത്രമായപ്പോൾ ഗതികൾ മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം അതവരെ ആ കാഴ്ചപ്പാട് പഠിപ്പിച്ചു എന്നുള്ളതാണ് നാം കാണുന്നത്. അത് പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ വിശ്വാസ ജീവിതം എത്ര ശ്രേഷ്ഠമായിരുന്നു. അടുത്ത തലമുറകളെയും തനിക്ക് ലഭിച്ച ആത്മീയ കാഴ്ചപ്പാട് പഠിപ്പിക്കുന്ന, കാണിച്ചു കൊടുക്കുന്ന ഒരു നല്ല മാതൃക അബ്രഹാമിൽ നാം കാണുകയാണ്. 5 കാര്യങ്ങളാണ് അബ്രഹാമിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നാം ഇവിടെ കണ്ടത്. 1, അബ്രഹാമിന്റെ വിശ്വാസം. 2, അബ്രഹാമിന്റെ പ്രത്യാശ. 3, അബ്രഹാമിന്റെ സമർപ്പണം. 4, അബ്രഹാമിന്റെ സ്നേഹം. 5, അബ്രഹാമിന്റെ മാതൃക. തലമുറകൾക്ക് കാണിച്ചു കൊടുത്ത നല്ലൊരു മാതൃക. എത്ര ശ്രേഷ്ഠനായ ഒരു ദൈവപുരുഷനെയാണ്, ദൈവഭക്തനായ ഒരു പിതാവിനെയാണ് അബ്രഹാമിലൂടെ നാം കാണുന്നത്. കുറവുകളൊക്കെ അബ്രഹാമിനുമുണ്ട്. എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ ദൈവവചനം നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന നല്ല മാതൃകകൾ നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയായിട്ട് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഞാൻ അതോട് ചേർത്ത് പറയട്ടെ, അബ്രഹാം ഈ നല്ല ഗുണങ്ങളൊക്കെ ഉള്ളവനാണ്. ഈ ആത്മീയ ഗുണങ്ങൾ നമുക്ക് പിൻപറ്റാവുന്നതാണ്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ചേർത്ത് പിടിക്കാവുന്നതാണ്. എന്നാൽ അബ്രഹാമിനേക്കാൾ വലിയൊരുവൻ നമുക്കുണ്ട്, നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ. ആ യേശുവിനെ നോക്കിയുള്ള നമ്മുടെ ഈ യാത്രയ്ക്ക് അബ്രഹാമിനുള്ള നോട്ടം ഒരു സഹായമായി തീരട്ടെ, ഒരു തടസ്സമാകാതെ. അബ്രഹാമിലുള്ള നോട്ടം, അബ്രഹാമിലുള്ള ജീവിത മാതൃക കർത്താവിനെ നോക്കി ജീവിക്കുന്നതിന് ഒരു സഹായമായി തീരട്ടെ. ആ നിലയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെട്ടു.